Hi children, welcome back to Social Studies class. We are studying lesson 4, isn't it? Do you know what is the name of the lesson? Our government. Government കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? And what are the three wings of the government? മൂന്ന് വിഭാഗങ്ങളുണ്ട്, മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങൾ. Which are they? The legislature, the executive and the judiciary. Legislature, Niyamasabha, it makes laws for the country. Niyamasabha. Then the executive, which carries out the law, or it carries out the law made by the legislature. അത് പ്രാബല്യത്തിൽ വരുത്തുന്നത് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളായിട്ട് നടപ്പിൽ വരുത്തുന്നത് എക്സിക്യൂട്ടീവ് ആണ്. ദെൻ നെക്സ്റ്റ് വിങ് ദാറ്റ് ഈസ് ജുഡീഷ്യറി. ഇനി നമ്മൾ ലെജിസ്ലേച്ചർ, നിയമസഭ, പാർലമെന്റ്, അതുപോലെ തന്നെ പാർലമെന്റ് രണ്ട് ഘടകങ്ങൾ, ലോക്സഭ, ദെൻ രാജ്യസഭ, ദീസ് ഓൾ വി ഹാവ് സ്റ്റഡീഡ് അല്ലേ? ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. ആൻഡ് ഇൻ ദ പ്രീവിയസ് ക്ലാസ് വി വെർ സ്റ്റഡിങ് അബൌട്ട് ദ എക്സിക്യൂട്ടീവ്, സെൻട്രൽ എക്സിക്യൂട്ടീവ്. അപ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ ആൻഡ് എ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. അതൊക്കെ നമ്മൾ കണ്ടു അല്ലേ? പ്രൈം മിനിസ്റ്റർ, വൈസ് പ്രസിഡന്റ്, പ്രസിഡന്റ്. അപ്പോൾ പ്രസിഡന്റ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി, പ്രസിഡന്റ്. ഇനി ഹു ഈസ് അവർ പ്രസന്റ് പ്രസിഡന്റ്? ശ്രീ രാംനാഥ് കോവിന്ദ് അല്ലേ? ഇപ്പൊ പ്രസിഡന്റിനെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്? വൈസ് പ്രസിഡന്റ് ആരാണ്? ഇനി ഹൗ ദ പ്രൈം മിനിസ്റ്റർ ഈസ് ഇലക്റ്റഡ് ഓർ അപ്പോയിന്റഡ് ബൈ ഹൂം ആൻഡ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു അല്ലേ? For today we are going to study the another wing of the government, of the government or the democratic government. പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, that is judiciary. What is judiciary? For page number 241. Which page number? Page number 241. കേട്ടോ, നിങ്ങൾ അത് എടുക്കണേ. പേജ് നമ്പർ 241. ഓക്കെ, പേജ് നമ്പർ 241 അവിടെ ഉണ്ട് ജുഡീഷ്യറി. Can you say the spelling? Judiciary. So write in the rough book if you have. Judiciary. Judiciary. Judiciary system എന്ന് പറഞ്ഞാൽ നീതിന്യായ വ്യവസ്ഥ. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അല്ലേ? ആൻഡ് ആസ് വി ലിവ് ഇൻ അവർ കൺട്രി ഓർ ഇന്ത്യ, അല്ലെങ്കിൽ ഏത് രാജ്യമാണെങ്കിലും, ഇപ്പം നമ്മളെ ഇന്ത്യയിൽ തന്നെ നമുക്കറിയാം ജനാധിപത്യ രീതിയാണ്. ആൻഡ് വി ഹാവ് ടു ഫോളോ, ആൻഡ് ദ കൺട്രി ഷുഡ് ഫോളോ സർട്ടൻ ലോസ്. നിയമങ്ങളുണ്ട്, നിയമസഭ അല്ലേ നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ നിയമങ്ങൾ തെറ്റിക്കുന്നവർക്ക്, അല്ലെങ്കിൽ നിയമത്തിൻ്റെ ആ പരിരക്ഷ എല്ലാവർക്കും ഒരേപോലെ ലഭ്യമാകുന്ന, അല്ലെങ്കിൽ അത് തെറ്റിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുന്നതും വേണ്ട രീതിയിൽ അവരെ ശിക്ഷിച്ച് നേരെയാക്കുന്നതും, അല്ലെങ്കിൽ ശിക്ഷ കൊടുക്കുന്നതും, മറ്റുള്ളവരെ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഒരു പാഠമായിട്ട് ശിക്ഷിക്കുന്നതുമൊക്കെ നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ ജുഡീഷ്യറി മീൻസ് ഇറ്റ് ഹാസ് കോർട്സ് അറ്റ് വേരിയസ് ലെവൽസ്. ഇപ്പോൾ കോടതികളുണ്ട് അല്ലേ? നമുക്കറിയാം കോടതികളുണ്ട്. അവിടെ എന്താണ് കോടതികളിലൊക്കെ എന്തിനാ പോകുന്നത്? കുറ്റം ചെയ്ത ആൾക്കാരെ വിധിക്കുന്നത് അല്ലേ? എന്ത് ശിക്ഷയാണ് അവർക്ക് കിട്ടുന്നതൊക്കെ വിധിക്കുന്നതൊക്കെ ജഡ്ജസ് ആണ്. കോടതി നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? ഫിലിമിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ദ പോലീസ് ദേ ടേക്ക് കെയർ ഓഫ് ദ ലോ ആൻഡ് ഓർഡർ അല്ലേ? സുരക്ഷ അല്ലെങ്കിൽ ക്രമസമാധാന പാലനത്തിനായിട്ട് പോലീസുകാരുണ്ട്. സപ്പോസ് വി ഹാവ് എനി പ്രോബ്ലം, അല്ലെങ്കിൽ ഇപ്പോൾ സപ്പോസ് എനി പേഴ്സൺ, ഇപ്പം എങ്ങനെയെങ്കിലുമൊക്കെ ആളുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ രണ്ട് സ്ഥാപനങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ദേ ഗീവ് കംപ്ലൈൻറ്റ് അല്ലേ? നമ്മൾക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതനുസരിച്ച് പോലീസുകാർ വന്ന് അന്വേഷിക്കും അല്ലേ? പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പിന്നെ നമ്മൾ കോടതിയിൽ നിന്നാണ് അതിനുള്ള ശിക്ഷയോ അതിനുള്ള ഇളവോ എന്താണ് അതിനുള്ള പോം വഴി, ഇതെല്ലാം കോടതികൾ വഴിയാണ് നമുക്ക് തീർപ്പ് കൽപ്പിച്ച് കിട്ടുന്നത്. സോ ദ ജുഡീഷ്യറി ഹാസ് കോഡ്സ് അറ്റ് വേരിയസ് ലെവൽസ്. എന്താ കോഡ്സ്? COURTS. കോടതികളുണ്ട് അല്ലേ? കോഡ്സ് അറ്റ് വേരിയസ് ലെവൽസ്. ആൻഡ് ഈ കോടതികളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇപ്പം എല്ലാ കോടതി there are different courts, various level. അപ്പോൾ സ്റ്റേറ്റ് ലെവലിലുണ്ട്, അതുപോലെ തന്നെ
മൊത്തത്തിൽ വരുന്നതുണ്ട്. അപ്പം പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യയിലെ പരമോന്നത കോടതി അല്ലെങ്കിൽ പരമോന്നത നീതിന്യായ വ്യവസ്ഥയിലെ പരമോന്നത കോടതി എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോർട്ട് ഈസ് ദ ഹയസ്റ്റ് കോർട്ട് ഓഫ് ജസ്റ്റിസ് ഇൻ ഇന്ത്യ. അപ്പോൾ സുപ്രീം കോടതിയിലേക്കാണ് ഇപ്പം നമ്മൾക്ക് നിങ്ങൾ കേട്ട് കാണും അല്ലെങ്കിൽ നിങ്ങൾ വലുതാകുമ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാവും സുപ്രീം കോർട്ടിലേക്ക് പോകുന്ന. അപ്പോൾ ഡിസ്ട്രിക്ട് കോർട്ട്സ് ആർ ദെയർ, ഹൈ കോർട്ട്സ് ആർ ദെയർ, തന്നെ ഹയസ്റ്റ് ഈസ് ദ സുപ്രീം കോർട്ട്. അപ്പോൾ ജില്ലാ കോടതികൾ, ദെൻ സെഷൻസ് കോർട്ടുകൾ, അതുപോലെ തന്നെ സ്റ്റേറ്റുകളിൽ ഹൈക്കോർട്ടുകളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഹൈക്കോർട്ടിൻ്റെയൊക്കെ പ്രവർത്തനം നമുക്ക് പഠിക്കാം വിശദമായിട്ട്. അപ്പോൾ ഈ കോർട്ടുകളിൽ നിന്നെല്ലാം അപ്പീൽ കൊടുത്തിട്ടാണ് ഇപ്പം സപ്പോസ് വൺ ക്രൈം അല്ലേ, ഇപ്പം എന്തെങ്കിലും ഒരു കുറ്റം ചെയ്ത ഒരാൾക്ക് ശിക്ഷ വിധിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ ഇപ്പോൾ ആ ശിക്ഷയ്ക്ക് അർഹനല്ല, അല്ലെങ്കിൽ അയാൾക്ക് രണ്ടാമത് അപ്പീൽ കൊടുക്കണം. അപ്പോൾ കൊടുക്കാം. he can give again that complaint. ഇപ്പം if it is not the whatever punishment or what is the അല്ലെങ്കിൽ വന്നിരിക്കുന്ന വിധി എന്താണോ അതിൽ സാറ്റിസ്ഫൈഡ് അല്ല, ശരിക്കുമുള്ള വിധി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അപ്പീൽ കൊടുക്കാം. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരുന്നതാണ് സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ അത് വാദിച്ച് അതിനുള്ള ശിക്ഷ അല്ലെങ്കിൽ എന്താണോ അത് വാദിക്കും. ആൻഡ് ദ ഡെസിഷൻ ടേക്കൺ ബൈ ദ സുപ്രീം കോർട്ട് ഈസ് ഫൈനൽ. പിന്നെ ഒരു അപ്പീലില്ല, പിന്നെ അതിനൊരു തീരുമാനവും ഇല്ല. ഇപ്പോൾ സുപ്രീം കോർട്ടിൽ എടുക്കുന്ന നീതിന്യായത്തിലെ ഏറ്റവും പരമോന്നത കോടതിയാണ്. അതിൽ വരുന്ന തീരുമാനം അല്ലെങ്കിൽ ശിക്ഷ എന്താണോ വിധിക്കുന്നത് ഇസ് ഫൈനൽ. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ജുഡീഷ്യറി സിസ്റ്റം പ്രൊവൈഡ്സ് സേഫ്റ്റി ആൻഡ് റൈറ്റ്സ് ടു ദ പേഴ്സൺ. സോ judiciary system is a system of courts that interprets, defends and applies the law in the name of the state. അപ്പോൾ ഒരു രാജ്യത്തെ പൗരന് നീതി ലഭ്യമാകുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു സുരക്ഷ അല്ലെങ്കിൽ സുഗമമായിട്ട് അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് നീതിന്യായ വ്യവസ്ഥയിൽ വരുന്നത്. ഇപ്പം ഒരു തരത്തിൽ പറഞ്ഞാൽ പൗരന്റെ സുരക്ഷ അല്ലെങ്കിൽ അവർക്ക് നിയമപരമായിട്ട് എന്താണോ ലഭിക്കാത്തത്, അല്ലെങ്കിൽ നിയമപരമായിട്ട് അവർക്ക് എന്തെങ്കിലും പോരായ്മകൾ വന്നു, അല്ലെങ്കിൽ നിയമപരമായിട്ട് ഇപ്പം നമ്മൾക്ക് എന്തെങ്കിലും അർഹതപ്പെട്ടാൽ നമുക്ക് കിട്ടുന്നില്ല, നമ്മൾക്ക് കോർട്ടിൽ നമ്മൾക്ക് വാദിക്കാൻ പറ്റും, കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു പൗരന്റെ സുരക്ഷയ്ക്കുമൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്നതാണ് നീതിന്യായ വ്യവസ്ഥ. സോ ദ പ്രിൻസിപ്പൽ റോൾ ഓഫ് ദ ജുഡീഷ്യറി, ഇതിന്റെ പ്രധാനപ്പെട്ട ധർമ്മം അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഡെമോക്രസിയിൽ അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നീതിന്യായ വ്യവസ്ഥ അല്ലെങ്കിൽ ജുഡീഷ്യറി. It has a supreme role in the democracy and the principal role, പ്രധാനപ്പെട്ട ഇതിൽ പ്രധാനമായിട്ടുള്ള ധർമ്മം അല്ലെങ്കിൽ ജുഡീഷ്യറിയിൽ പ്രധാനമായിട്ടും വരുന്നത് the protect the role of law and ensure the supremacy of law. എന്ന് പറഞ്ഞാൽ നിയമത്തിനാണ് പ്രാധാന്യം. അപ്പോൾ ആ നിയമത്തിലൂടെ വ്യക്തികൾക്ക് സുരക്ഷ കൊടുക്കുകയാണ്. ഇപ്പൊ സപ്പോസ് ഒരു കവർച്ച അല്ലെങ്കിൽ കൊലപാതകം ഇങ്ങനെയുള്ള ചെയ്യുന്നവർക്ക് അവർക്ക് ആവശ്യമായ ശിക്ഷ കൊടുക്കുക, അവർക്ക് അർഹമായ ശിക്ഷ കൊടുത്ത് മറ്റുള്ളവരെ സംരക്ഷിക്കുന്നതും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പാഠമാകണം, ഇനി അത് ആവർത്തിക്കാൻ പാടില്ല. അപ്പോൾ the courts അല്ലെങ്കിൽ ജുഡീഷ്യറി സിസ്റ്റം gives a supremacy to the law. നിയമമാണ് പരിരക്ഷിക്കപ്പെടേണ്ടത്. അപ്പോഴാണ് ഒരു പൗരൻ അല്ലെങ്കിൽ ആളുകൾക്ക് സുരക്ഷയും ഉണ്ടാകുന്നത്. ഓക്കെ, സോ ഇറ്റ് gives a defense to the citizens, or the principal role of the judiciary is to protect the role of law. നിയമത്തെ പരിരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതുവഴി ഓരോ വ്യക്തികൾക്ക് പരിരക്ഷ കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ഡിഫൻസ്, ഒരു സുരക്ഷ കൊടുക്കുന്നു. ആൻഡ് എൻഷ്യൂർ സൂപ്പർമസി ഓഫ് ലോ, നിയമം പാലിക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ നിയമം തെറ്റിക്കുന്നില്ല. അപ്പൊ നിയമം തെറ്റിക്കുമ്പോഴാണ് അത് കുറ്റമായിട്ട് മാറുന്നത്. അപ്പൊ കുറ്റം ചെയ്യുമ്പോൾ കുറ്റം ചെയ്യുന്നവർക്ക് ശിക്ഷയുണ്ടാവും. ഓക്കെ, ആൻഡ് ഇറ്റ് സേഫ് ഗാർഡ്സ് ദ റൈറ്റ്സ് ഓഫ് ദ പേഴ്സൺസ്. അല്ലേ, നമ്മുടെ ഓരോ പൗരനും ഓരോ അവകാശങ്ങളുണ്ട്, ധാർമ്മികമായിട്ട് ഓരോ അവകാശങ്ങളുണ്ട്. അപ്പോൾ ആസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ വി ഹാവ് റൈറ്റ്സ്. നമുക്ക് നമ്മുടേതായ അവകാശങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ എന്താണെന്ന് പിന്നീട് പഠിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ലഭിക്കാതെ വന്നാൽ വി ക്യാൻ കംപ്ലൈൻ ടു ദ കോർട്ട് ആൻഡ് വി ഗെറ്റ് ജസ്റ്റിസ്. അപ്പോൾ അവിടെയാണ് നീതിന്യായ വ്യവസ്ഥയുടെ ഏറ്റവും വലിയ പ്രാധാന്യമാണ്. അല്ലെങ്കിൽ ഒരു പൗരന് ലഭിക്കേണ്ട എല്ലാ സുരക്ഷയും അതുപോലെ നിയമമായ പരിരക്ഷയും എല്ലാം കൊടുക്കുന്നത് ജുഡീഷ്യറിയാണ്, നീതിന്യായ വ്യവസ്ഥയുള്ളത് കൊണ്ടാണ്.
അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ നീതിന്യായ വ്യവസ്ഥ അല്ലെങ്കിൽ നിയമം പാലിക്കപ്പെടുന്നത് കൊണ്ടാണ് മനുഷ്യര് ക്രമസമാധാനമായിട്ട് അല്ലെങ്കിൽ മനുഷ്യർക്ക് സുരക്ഷിതരായിട്ട് ജീവിക്കാൻ പറ്റുന്നത്. It is we have law and we have to obey the law, and if we violate അത് തെറ്റിച്ചു കഴിഞ്ഞാൽ it will be a crime. അല്ലേ? അപ്പോൾ ജുഡീഷ്യറി സിസ്റ്റം ഹാസ് കോർട്സ് വേരിയസ് ലെവൽ. കോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ there is a chief justice in the Supreme Court. അല്ലേ? ഇപ്പോൾ സുപ്രീം കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് NV രമണ is the present ചീഫ് ജസ്റ്റിസ് ഓഫ് ദ സുപ്രീം കോർട്ട്. ഇനി ഈ സുപ്രീം കോർട്ടാണ് ഏറ്റവും വലിയ പരമോന്നത നീതിന്യായ പീഠം എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. ഇറ്റ് ഈസ് ഇൻ ഡൽഹി. അല്ലേ? ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 26 ജനുവരി 1950. ആ ഡേറ്റിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ദാറ്റ് ഡേറ്റ് ഓൺലി അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് അഡോപ്റ്റഡ്. അല്ലേ? അപ്പോൾ അത് തന്നെയാണ് സുപ്രീം കോർട്ട് ഈസ് ഓൾസോ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 26 ജനുവരി. അപ്പോൾ the Supreme Court is the judiciary has courts at various levels. കോടതികളുണ്ട്. അതുപോലെ തന്നെ there is a chief justice, ഒരു ചീഫ് ജസ്റ്റിസ്. ഇപ്പോൾ പ്രസന്റ് ചീഫ് ജസ്റ്റിസ് ആരാ സുപ്രീം കോർട്ടിലെ? NV രമണ. ഓക്കെ. ആൻഡ് ചീഫ് ജസ്റ്റിസ് ആൻഡ് 25 other judges. And these all, and who appointed, ഇവരെയൊക്കെ ആരാ നിയമിക്കുന്നത്? The honorable president. പ്രസിഡന്റ് ആണ് ചീഫ് ജസ്റ്റിസിനെ അതുപോലെ തന്നെ ഈ 26 other ജഡ്ജസിനെയൊക്കെ നിയമിക്കുന്നത്. The Supreme Court decides civil and criminal cases. And do you know what is civil? CIVIL, civil cases. CIVIL, civil എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? സിവിൽ ഇപ്പം നമ്മൾ പറയാം മർഡർ, എന്തിനാ? കൊലപാതകം. അതുപോലെ തന്നെ ഇപ്പോൾ ആളുകൾ തമ്മിൽ വഴക്കിടുക, അല്ലേ? ഇപ്പം അതിർത്തി തർക്കമോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വീട്ടിൽ കള്ളൻ കയറി, അല്ലേ? തെഫ്റ്റ്, റോബറി, അതുപോലെ തന്നെ മർഡർ, ഇതെല്ലാം സിവിൽ കേസസിൽ വരുന്നതാണ്. അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അല്ലേ? ചിലപ്പോൾ ഒരു സ്ഥാപനം മറ്റുള്ള സ്ഥാപനത്തിനെതിരായിട്ട് പ്രവർത്തിക്കുക, അങ്ങനെയുള്ളതെല്ലാം സിവിൽ കേസസിലാണ് വരുന്നത്, അല്ലേ? മർഡർ, തെഫ്റ്റ് എന്താ? മോഷണം, ഇതൊക്കെ ഇല്ലേ? കവർച്ച, ഇതൊക്കെയാണ്. ഇങ്ങനെയെല്ലാം വരുന്നത് സിവിൽ കേസസിലാണ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ സേഫ്റ്റി റൂൾസ് ഒക്കെ പാലിക്കണം എന്നറിയാം, അല്ലേ? അപ്പോൾ മദ്യപിച്ച് വാഹനം ഓടിക്കരുത് എന്നൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിനൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അതെല്ലാം സിവിൽ കേസസ് ആണ്. ഇനി ക്രിമിനൽ കേസുകളുണ്ട്. ക്രിമിനൽ കേസുകളുണ്ട്. ക്രിമിനൽ കേസുകൾ. അതിൽ വരുന്നത് ഡൗറി കേസുകൾ. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലേ, സ്ത്രീധനം വാങ്ങിക്കരുത്, തെറ്റാണെന്നൊക്കെ നിങ്ങൾ ന്യൂസിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഡൗറി കേസസ്, അതുപോലെ തന്നെ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതെല്ലാം ക്രിമിനൽ കേസുകളാണ്. അതുപോലെ നിങ്ങൾ പീഡനങ്ങൾ, ഇതെല്ലാം കേട്ടിട്ടുണ്ട്, നിങ്ങൾ കേൾക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം വരുന്നതൊക്കെ ക്രിമിനൽ കേസുകളിലാണ് വരുന്നത്. അപ്പോൾ മയക്കുമരുന്ന് കേസുകൾ, അതുപോലെ തന്നെ പിന്നെന്താ ഡവറി, കേസസ് ഓഫ് ഡവറി, ഇതെല്ലാം ക്രിമിനൽ കേസസുകളിൽ വരുന്നതാണ്. അതുപോലെ തന്നെ വലിയ വലിയ കൊലപാതകങ്ങൾ, ഇതൊക്കെ അതിനകത്ത് വരും. അപ്പോൾ ഇങ്ങനെയുള്ള ക്രിമിനൽ കേസുകൾ, സിവിൽ കേസസ്, ഇതെല്ലാം അന്തിമ വിധി എന്ന് പറയുന്നത് ഇപ്പം മറ്റുള്ള കോടതികളിൽ, അതായത് സ്റ്റേറ്റ് ഹൈക്കോടതികളിൽ നിന്നൊക്കെ അപ്പീൽ പോയിട്ട് അത് സുപ്രീം കോർട്ടിലാണ് അതിൻ്റെ ഫൈനൽ ജഡ്ജ്മെന്റ്, അല്ലെങ്കിൽ സുപ്രീം കോർട്ടിൽ എടുക്കുന്ന തീരുമാനങ്ങൾ, അതിൻ്റെ വിധി എന്ന് പറയുന്നത് അന്തിമമായിരിക്കും. ഓക്കെ. സോ the Supreme Court decides civil and criminal cases and is the court of appeal from the state high courts. ഇനി സ്റ്റേറ്റുകളിലെ ഹൈക്കോടതികളുണ്ട്, അല്ലേ? ഹൈക്കോർട്ടുകളുണ്ട്. അപ്പോൾ the high court is the superior court of a country or a state. അപ്പോൾ സ്റ്റേറ്റിൻ്റെ, അതായത് ഇപ്പം വിച്ച് ഈസ് അവർ സ്റ്റേറ്റ് കേരള, അല്ലേ? അപ്പോൾ ഓരോ സ്റ്റേറ്റുകളിൽ സ്റ്റേറ്റ് ഹൈക്കോർട്സുകളുണ്ട്. അതിൽ നിന്നാണ് പിന്നെ സുപ്രീം കോർട്ട്, പിന്നെ അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ആണ് സുപ്രീം കോർട്ട് വരുന്നത്. ഇനി ഹൈക്കോർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സുപ്പീരിയർ കോർട്ട് ഓഫ് എ കൺട്രി ഓർ എ സ്റ്റേറ്റ്. ഇപ്പം നമുക്കിവിടെ കേരള എന്ന് പറയുമ്പോൾ ഹൈക്കോർട്ട് വരുന്നത്, അപ്പോൾ ഓരോ സ്റ്റേറ്റുകളിലെയും ഏറ്റവും വലിയ കോടതി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഹൈക്കോർട്ട് ഓർ ഹൈക്കോർട്ട്. ഹൈക്കോർട്ട് ഈസ് ദ സുപ്പീരിയർ കോർട്ട് ഓഫ് എ കൺട്രി ഓർ എ സ്റ്റേറ്റ്. സ്റ്റേറ്റിലെ പ്രധാനപ്പെട്ട എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ കോടതിയാണ് ഹൈക്കോർട്ട്. ഇപ്പോൾ കേരളത്തിലെ ഹൈക്കോർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ കൊച്ചി. ഇറ്റ് ഈസ് ഇൻ കൊച്ചി. ആൻഡ്
ഇനി ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് കോർട്ട് ഇൻ സം കൺട്രീസ്. ചില കൺട്രീസിൽ ഈ ഹൈക്കോർട്ട് എന്ന് പറയുന്നതാണ് ഹയസ്റ്റ് കോർട്ട്. ഫോർ എക്സാമ്പിൾ ഇൻ ഓസ്ട്രേലിയ ആൻഡ് ഓൾ, ഇൻ ഓസ്ട്രേലിയ ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് കോർട്ട്. ആൻഡ് ഇൻ ഇന്ത്യ ആൻഡ് ഇംഗ്ലണ്ട് ലൈക്ക് കൺട്രീസ് ഹയസ്റ്റ് കോർട്ട്, ഹൈക്കോർട്ട് ഈസ് ദ ഹയസ്റ്റ് കോർട്ട് ഇൻ എ സ്റ്റേറ്റ്. അതിന് മുകളിൽ സുപ്രീം കോർട്ട് വരുന്നുണ്ട് ഇന്ത്യ ആൻഡ് ഇംഗ്ലണ്ട് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ. അപ്പോൾ ഹൈക്കോർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സുപ്പീരിയർ കോർട്ട് ഓഫ് എ കൺട്രി ഓർ എ സ്റ്റേറ്റ്. ഇപ്പം ഹൈക്കോർട്ട് ഇൻ കേരള ഈസ് ഇറ്റ് ഈസ് ഇൻ കൊച്ചി. അപ്പോൾ അവിടെ നിന്നും വരുന്നത് പിന്നീട് അപ്പം ഒരു സ്റ്റേറ്റിലെ എല്ലാ വരുന്ന കേസുകൾ അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം കാര്യങ്ങളെല്ലാം അതിനുള്ള വിധിയും കാര്യങ്ങളും വരുന്നത് ഏറ്റവും വലിയ കോടതി എന്ന് പറയുന്നത് ഹൈക്കോർട്ടാണ് സ്റ്റേറ്റിൽ. നമ്മൾ ഒരു ഇന്ത്യയിലെ മൊത്തം ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടതി എന്ന് പറയുന്നത് സുപ്രീം കോടതി, ഇറ്റ് ഈസ് ഇൻ ഡൽഹി. അപ്പോൾ വിച്ച് ഈസ് ദ biggest court in a state, that is High Court. Which is the biggest court or highest court in India, that is Supreme Court. That is all. And see children, and it hears appeals from district courts and other lower sessions. Okay, lower courts. അപ്പോൾ ഇതിലേക്ക് മറ്റുള്ള ജില്ലാ കോടതികളിൽ നിന്നുള്ളതൊക്കെ ആ വാദം കേൾക്കുന്നതുമൊക്കെ ഹൈക്കോർട്ടുകളിലാണ്. അപ്പോൾ what do we study today? We have studied about judiciary system, judiciary, നീതിന്യായ വ്യവസ്ഥ. And it has a it has courts at various levels, ഹൈക്കോർട്ടുകൾ, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് കോർട്ട്, അതുപോലെ തന്നെ സെഷൻസ് കോർട്ടുകൾ, ഇങ്ങനെയെല്ലാം വന്നിട്ട് പിന്നെ ഹൈക്കോർട്ട്, പിന്നെ ഏറ്റവും ഹയസ്റ്റ് വരുന്നതാണ് സുപ്രീം കോർട്ട്. അപ്പോൾ ആൻഡ് വാട്ട് ഈസ് ദ റോൾ ഓഫ് ജുഡീഷ്യറി? The principal role of the judiciary is to protect the role of law. നിയമമായ പരിരക്ഷ ഒരു സിറ്റിസൺ, ഒരു പൗരന് കൊടുക്കുന്നത് നീതിന്യായ വ്യവസ്ഥയാണ്. അല്ലെങ്കിൽ നിയമം അതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതിയിൽ പാലിക്കപ്പെടേണ്ടതുണ്ട്. അത് തെറ്റുമ്പോഴാണ് അത് കുറ്റമായിട്ട് മാറുന്നത്, അല്ലേ? അപ്പം അങ്ങനെയുള്ള കേസസ്, സിവിൽ ആൻഡ് ക്രിമിനൽ കേസസുകളൊക്കെ ഇതെല്ലാം അപ്പം ഇറ്റ് ഡിസൈഡ്സ്, തീരുമാനങ്ങൾ എടുക്കുന്നതും വിധി കൽപ്പിക്കുന്നതും ഒക്കെ കോടതികളിലാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹയസ്റ്റ് കോർട്ടാണ് സുപ്രീം കോർട്ട്. ആൻഡ് ദ പ്രസന്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ദ സുപ്രീം കോർട്ട് ഈസ് N.V. Ramana. There is a chief justice and 25 other judges, and they are all appointed by the president. And the Supreme Court is the highest court in India and is established in 1950, January 26. The present Chief Justice of the Supreme Court is N.V. Ramana. And we have already studied High Courts. So High Court is the superior court of a country or a state. In India, the superior court of a state is High Court. High Court എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തെ ഏറ്റവും വലിയ കോടതിയാണ് ഹൈ കോർട്ട്. അപ്പോൾ അവിടെ ഹൈക്കോർട്ട് ജഡ്ജസ് ആർ there and there are ഇനി ഹൈക്കോർട്ടുകളിൽ they hears appeals from district courts and other lower courts. Okay. In our state or in India, the highest court in a state is High Court. Up in Kerala, the High Court is located in Kochi. Okay. And it is also established in 1950. അപ്പോൾ നമ്മൾ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ചാണ് ഇന്ന് പഠിച്ചത്. You should read the lesson very well, especially the paragraph judiciary. That is in page number 241. Children, be safe. Read the lesson very well. Be good children. We can continue in the next class. Thank you.